പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. ഈ ദൈവശബ്ദം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും നോക്കി കർത്താവ് പറയുന്ന ഒരു പ്രവചന ശബ്ദമാണ് ഇത്. ഇവിടെ കയറി വരിക. ഇത് ആത്മാവിന്റെ ഒരു ക്ഷണമാണ്. കർത്താവ് നമ്മെ വിളിക്കുന്നത് ഒരു ഉയർന്ന തലത്തിലേക്കാണ്. ദൈവം നമ്മെ ഒരിക്കലും ഭയത്തിന്റെയോ തോൽവിയുടെയോ താഴ്ന്ന ജീവിതത്തിൽ തളച്ചിടുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ വിളി എപ്പോഴും ഉയർന്ന നിലവാരത്തിലേക്കുള്ള ക്ഷണമാണ്. നമ്മൾ സ്വന്തമായി വിലയിരുത്തുമ്പോൾ നമ്മളിൽ കാണുന്നത് നമ്മുടെ കുറവുകളും ആശങ്കകളുമാണ്. എന്നാൽ കർത്താവ് പറയുന്നത് ഇതാണ്: ഞാൻ നിന്നെ കാണുന്നത് നീ ഇപ്പോൾ നിൽക്കുന്ന നിലയിലല്ല. നീ എത്തേണ്ടത് എന്റെ ഉയരങ്ങളിലേക്കാണ്, എന്റെ വലിയ പദ്ധതികളിലേക്കാണ്. ലോകത്തിന്റെ ശബ്ദങ്ങൾ നമ്മെ താഴേക്ക് വലിക്കുമ്പോൾ കാഹളനാദം പോലെയുള്ള കർത്താവിന്റെ ശബ്ദം ഉച്ചത്തിൽ നമ്മെ ഇവിടെ കയറി വരിക എന്ന് വിളിക്കുന്നു. ആ ശബ്ദത്തോട് നമുക്ക് ഉടൻ പ്രതികരിച്ച് പരിശുദ്ധാത്മാവിന്റെ ഈ വിളിക്ക് അനുസരണം കാണിക്കാം. താഴ്ന്ന നിലയിൽ നിൽക്കുമ്പോൾ പ്രശ്നങ്ങളുടെയും ലോകത്തിന്റെയും ബഹളങ്ങൾ മാത്രമേ നാം കേൾക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ഭാവി പദ്ധതികളും നമ്മുടെ ജീവിതത്തിലേക്കുള്ള വലിയ ദർശനങ്ങളും കാണിച്ചു തരുന്നത് അവിടുത്തെ വിളി കേട്ട് ഉയരങ്ങളിലേക്ക് കയറി വരുന്നവർക്കാണ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ നിൽക്കുന്ന നിലയിൽ നിന്നാൽ എന്റെ പദ്ധതികൾ പൂർണ്ണമായി കാണുവാൻ കഴിയുകയില്ല. എന്റെ കാഴ്ചപ്പാട് ലഭിപ്പാൻ നിങ്ങൾ എന്റെ അടുത്തേക്ക്, എന്റെ ഉയരങ്ങളിലേക്ക് വരണം. കയറി വരിക എന്നത് ആത്മീയമായി മുന്നോട്ട് പോകുവാനുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ആത്മീയ നിലവാരം ഉയർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ നില ഉയരത്തിലേക്ക് വരട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിക്കട്ടെ. നമ്മുടെ സ്വഭാവത്തിന്റെയും തീരുമാനങ്ങളുടെയും ഉന്നതമായ തലത്തിലേക്ക് നമുക്ക് കയറി വരാം. ഓർക്കുക, ദൈവത്തിന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കുന്നതും അവിടുത്തെ ശക്തി പുതുതായി അനുഭവിക്കുന്നതും ആ ഉയർന്ന തലത്തിലാണ്. ഇന്ന് നമ്മുടെ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന ആ ഉയർന്ന തലത്തിലേക്ക് എത്തട്ടെ. ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ ശക്തമായ ഒരു മുന്നേറ്റത്തിന്റെ ദിവസമാക്കി മാറ്റുവാൻ കർത്താവ് കൃപ നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം. ഇവിടെ കയറി വരിക എന്ന ആ വിളി ഞങ്ങളിൽ ഒരു വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവശബ്ദത്തോട് ഞങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരായി തീരുവാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.